നമസ്കാരം, സന്തോഷാണ് കാവാലം. പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സംസാരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വിഷയം തന്നെയാണ്, നമ്മുടെ റോഡുമായി ബന്ധപ്പെട്ട വിഷയം. ഈ റോഡ് നമ്മളെല്ലാവരും ദിവസവും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. കാൽനടയായിട്ടും സൈക്കിളോ സ്കൂട്ടറോ ഓട്ടോറിക്ഷയോ കാറോ ബസ്സോ ലോറിയോ അങ്ങനെ പല രീതിയിൽ ആൾക്കാർ റോഡ് ഉപയോഗിക്കുന്നുണ്ട്. ഈ റോഡിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ചില അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന വലിയ വലിയ അപകടങ്ങളുണ്ട്. ഇപ്പം രണ്ട് വണ്ടികൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നു, അതിൽ ഒരാളുടെ മിസ്റ്റേക്ക് കൊണ്ട് അല്ലെങ്കിൽ രണ്ടുപേരുടെ മിസ്റ്റേക്ക് കൊണ്ട് സംഭവിക്കുന്നു. ഇനി ഒരാള് അലക്ഷ്യമായി വണ്ടി ഓടിച്ച് തെന്നി മാറിയതിന്റെ പുറകെ മൂന്നോ നാലോ വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നു. ഈ അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന അപകടങ്ങളാണ് അതല്ല. നമ്മൾ ഓരോരുത്തരും കുറച്ച് ഒന്ന് ശ്രദ്ധിച്ച് പെരുമാറുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് അപകടങ്ങൾ ഒഴിവാക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ നമ്മൾ പലപ്പോഴും ഒന്നുകിൽ നമ്മൾ ചില കാരണങ്ങൾ അത് മറന്നു പോകുന്നു. ഇതെല്ലാം നമുക്കറിയാമെങ്കിലും നമ്മളിൽ ഓരോരുത്തരുടെ കൂടെ ചെറിയ ചെറിയ അശ്രദ്ധകൾ ഉണ്ടാകാറുണ്ട്. റോഡ് മുറിച്ച് കിടക്കുന്ന ആൾക്കാർക്ക് പെഡസ്ട്രിയൻ ക്രോസിംഗ് കൂടെ നമുക്ക് ക്രോസ് ചെയ്യാം. പക്ഷെ എങ്കിലും ഈ പെഡസ്ട്രിയൻ ക്രോസിംഗ് കൂടെ ആണ് പോകുന്നതെങ്കിൽ തന്നെ നമ്മൾ കണ്ണുടച്ചങ്ങ് പോകുമല്ല, ഇടത്തോട്ടും വലത്തോട്ടും വ്യക്തമായി നോക്കി വാഹനങ്ങൾ വരുന്നില്ല, അല്ലെങ്കിൽ വരുന്ന വാഹനം അമിത സ്പീഡ് ആണെങ്കിൽ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിനു ശേഷം വണ്ടി പോയതിനു ശേഷം പോവുക. വണ്ടി വളരെ ദൂരെ നിന്ന് സ്ലോയിലാണ് വരുന്നെങ്കിൽ നമുക്ക് ഇടവും വല്ലതും നോക്കിയതിനു ശേഷം ക്രോസ് ചെയ്യാം. അപ്പൊ എപ്പോഴും നമ്മൾ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ അമിത വേഗത്തിൽ നമ്മൾ വെപ്രാളം കാണിച്ച് ഓടാതെയും വളരെ സ്ലോ ആയിട്ട് പോകാതെയും ഒരു മിതമായ സ്പീഡ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അമിത വേഗത്തിൽ നമ്മൾ ഓടിപ്പിടിച്ച് പോകുമ്പോൾ ഈ വരുന്ന വണ്ടിക്കാരൻ പാനിക്കാകുകയും അയാൾ അറിയാണ്ട് ആക്സിലേറ്റർ കൂട്ടുകയും അബദ്ധവശാൽ സംഭവിക്കുന്ന വന്ന് ഇടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി എല്ലാ സ്ഥലത്തും ഈ പെഡസ്ട്രിയൻ ക്രോസിംഗ് ഉണ്ടാവണമെന്നില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് അത്യാവശ്യം ക്രോസ് ചെയ്യേണ്ടി വന്നാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിൽ വെച്ച് തന്നെ നമ്മൾ ക്രോസ് ചെയ്യുക. പിന്നെ ഈ കാൽനട യാത്രക്കാരെ സംബന്ധിച്ചോളം നമ്മൾ എപ്പോഴും റോഡിന്റെ വലതുവശത്തോട് നടക്കുന്നതാണ് നല്ലത്. റോഡിന്റെ ഇടതുവശത്തോട് നടക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാഹനങ്ങൾ നമ്മുടെ പുറകിൽ കൂടെ വരുമ്പോൾ അവരെ ഹോൺ അടിക്കുക അല്ലെങ്കിൽ എന്ത് ശബ്ദം കേൾക്കുക, നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടി വരും. ഇനി നമ്മൾ വലത്തുവശത്തൂടെ പോവുകയാണെങ്കിൽ നമ്മുടെ വാഹനങ്ങൾ മുന്നിൽ കൂടെയാണ്, നമ്മുടെ സൈഡിലുള്ള വാഹനങ്ങൾ മുന്നിൽ കൂടെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ദൂരെ നിന്ന് കാണാനും സാധിക്കും. എന്തെങ്കിലും ഒരു അപകടം നടത്താൻ നമുക്ക് സൈഡിലോട്ട് മാറാനും സാധിക്കും. അതുപോലെ നമ്മൾ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഒരു വാഹനം പുറകെ ഹോൺ അടിച്ചു വരികയാണെങ്കിൽ പറ്റുമെങ്കിൽ ആ വാഹനത്തിനെ കയറ്റി വിട്ടേക്കുക. കാരണം നമുക്കറിയില്ല ആ വാഹനം ഓടിക്കുന്ന ആൾ അല്ലെ വാഹനത്തിനുള്ളവർ എങ്ങോട്ട് പോകുന്നതാണ്, എന്തെങ്കിലും അത്യാവശ്യം പോകുന്നതാണ്. ഒന്നുകിൽ വീട്ടിൽ ആർക്കെങ്കിലും ഒരു അത്യാഹിത സംഭവിച്ചിട്ട് അവർ പെട്ടെന്ന് ഓടിയെത്താൻ പോകുന്നതാവാം, അല്ലെങ്കിൽ മക്കളുടെ സ്കൂളിലോട്ട് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പോകുന്നതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റൊരു എമർജൻസി കാരണത്തിൽ പോകുന്നതാവാം. നമുക്കറിയില്ല. ഒരാൾ പുറകെ ഹോൺ അടിച്ചാൽ അവനൊക്കെ ഹോൺ അടിക്കട്ടെ, ഞാൻ പോയിട്ട് പോയാൽ മതി. ആ നിലപാട് നമ്മൾ ഒഴിവാക്കുക. റോഡിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ നമ്മൾ പാലിച്ച് വണ്ടി ഓടിക്കുക. അതുപോലെ ചില ആൾക്കാർക്ക് റൈറ്റ് ടേണോ യു ടേണോ പോകണമെങ്കിൽ ഒരു 2 കിലോമീറ്റർ മുമ്പ് തന്നെ, സ്കൂട്ടർ ആണെങ്കിലും ഓട്ടോറിക്ഷ ആണെങ്കിലും കാർ ആണെങ്കിലും ഒക്കെ കാണുന്ന ഒരു പ്രവണതയാണ്. അവർ റൈറ്റ് സൈഡ് പിടിക്കും, റൈറ്റ് ട്രാക്ക് പിടിക്കും. അവരിങ്ങനെ സ്ലോയിൽ വണ്ടി ഓടിച്ചു പോകും. ഈ പുറകെ വരുന്ന വാഹനങ്ങൾക്ക് പോകാൻ സാധിക്കത്തില്ല. അപ്പൊ നമുക്ക് റൈറ്റ് ടേണോ യു ടേണോ പോകണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 50 മീറ്ററോ 100 മീറ്ററിനുള്ളിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ റൈറ്റ് ട്രാക്കിൽ എടുത്തിട്ട് നമ്മൾ പോകുന്നതാണ് എപ്പോഴും നല്ലത്. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ വാഹനം ഓടിക്കാൻ സാധിക്കും നമുക്ക്. പിന്നെ ഇപ്പൊ പലയിടത്തും റോഡ് പണി നടക്കുന്നുണ്ട്. അപ്പൊ റോഡിന് വീതി പലയിടത്തും നാരോ റോഡാണ്. അപ്പൊ ഈ ഫ്രണ്ടിൽ കൂടെ പോകുന്ന വാഹനങ്ങൾ അവർക്ക് സ്പീഡിൽ പോകാൻ പറ്റാത്ത വാഹനങ്ങളുണ്ട്. എല്ലാ വാഹനവും ഇപ്പം 60-ലും 70-ലും പോകാൻ പറ്റുന്ന വാഹനങ്ങളല്ലല്ലോ. അപ്പം സ്ലോയിൽ പോകുന്ന വാഹനങ്ങളും ഉണ്ടാവാം. അപ്പൊ അവർക്ക് വേറെ ഓപ്ഷൻ, അവർക്ക് ഈ റോഡ് ഉപയോഗിച്ചേ പറ്റുള്ളൂ, അവരൊന്നും മാറ്റി നിർത്താൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ വാഹനങ്ങൾ പോകുമ്പോൾ ഈ പുറകെ വരുന്ന വാഹനങ്ങൾ ഇപ്പൊ അത്യാവശ്യം പോകേണ്ടവർ ചിലപ്പോൾ ഒന്ന് ഓണടിക്കും. അപ്പൊ അങ്ങനെ ഒരു ഓണടി കേട്ടാല് നമ്മുടെ വാഹനം ഒന്ന് സൈഡിലോട്ട് ഒതുക്കാൻ എവിടെയെങ്കിലും സൗകര്യം വരുമ്പോൾ നമ്മളൊന്ന് ശകലമൊന്ന് ഒതുക്കി കൊടുത്ത് അവരെയും കയറ്റി വിട്ടേക്കാം, അവരങ്ങ് പൊക്കോട്ടെ. പ്രത്യേകിച്ച് നമുക്ക് ദോഷമൊന്നും ഇല്ലല്ലോ. പിന്നീട് കാണുന്ന ഒരു കാര്യം, രാത്രി കാലങ്ങളിൽ ബ്രൈറ്റ് ഇട്ട് വണ്ടി ഓടിക്കുന്ന ഒരു പ്രവണതയുണ്ട്. ബ്രൈറ്റ് ഇടുന്നവർക്ക് കാണാൻ വേണ്ടിയാണെന്നാണ് പറയുന്നത്. പക്ഷെ ഈ ബ്രൈറ്റ് ഇട്ട് വരുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എതിരെ വരുന്ന വണ്ടിക്കാരന് മുമ്പിലോട്ടുള്ള വിസിബിലിറ്റി കുറയുകയും നമ്മളെ തന്നെയോ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള മറ്റു വാഹനങ്ങളെയൊക്കെ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം അറ്റ്ലീസ്റ്റ് നമ്മൾ ബ്രൈറ്റ് ഇട്ട് പോകുമ്പോൾ എതിരെ വരുന്ന വണ്ടിയിൽ ഡിം ബ്രൈറ്റ് അടിച്ച് കാണിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് നമ്മുടെ ലൈറ്റിന്റെ ബ്രൈറ്റ്നസ് ഒന്ന് കുറച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ പുറകെ വരുന്ന വാഹനത്തിന്റെ ബ്രൈറ്റ് ലൈറ്റ് ഇട്ട് വരുമ്പോൾ നമ്മുടെ വാഹനത്തിന്റെ മിററിലോട്ട് അത് പതിക്കുകയും
നമുക്ക് വിസിബിലിറ്റി കുറയുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ലൈസൻസ് എടുക്കുന്ന മുമ്പ് ഈ കുട്ടികൾ വീട്ടില് മാതാപിതാക്കളുടെ അറിവോടെയോ മാതാപിതാക്കളുടെ കണ്ണു വെട്ടിച്ചിട്ടോ ഒക്കെ വണ്ടി എടുത്ത് പോകുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അത് കുട്ടികളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക. അതുപോലെ കുട്ടികളും അത് അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ഇരിക്കേണ്ട അത്യാവശ്യമാണ്. കാരണം ഗവൺമെന്റ് ഒരു നിയമം വെച്ചിരിക്കുന്ന ഒരു 18 വയസ്സ് വേണം ലൈസൻസ് അപ്ലൈ ചെയ്യാൻ, ലൈസൻസ് എടുക്കണം എന്നുള്ള നിയമം വെച്ചിട്ട് നമ്മൾ റോഡും കുറച്ച് കാര്യങ്ങളൊക്കെ അറിവ് നേടിയിട്ട് വണ്ടി ഓടിക്കണം എന്നുള്ള ഇതുകൊണ്ടാണ്, അത് തിരിച്ചറിവാകണം. അപ്പം യാതൊരു കാരണവശാലും നമ്മൾ വീട്ടുകാരെ അനുവദിക്കാതെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. കുട്ടികൾ വീട്ടുകാരുടെ കണ്ണു വെട്ടിച്ച് നമുക്ക് ലൈസൻസ് കിട്ടുന്നതിന് മുമ്പ്, പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ്, ലൈസൻസ് കിട്ടുന്നതിന് മുമ്പ് നമ്മൾ വാഹനങ്ങൾ ഓടിക്കാതിരിക്കാൻ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ എടുത്ത് വാഹനങ്ങൾ ഓടിച്ചു പോകുമ്പോൾ എന്തെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയൊരു പ്രതിസന്ധിയിലേക്കായിരിക്കും പോകുന്നത്. കുട്ടികളുടെ വെഹിക്കിൾ ഓണർക്ക് ഉൾപ്പെടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വണ്ടിയുടെ ഇൻഷുറൻസ് വളരെ പ്രധാനമാണ്. വണ്ടിയുടെ ഇൻഷുറൻസ് കാലാകാലങ്ങളിൽ നമ്മൾ അതാത് സമയത്ത് പുതുക്കി വെക്കേണ്ട അത്യാവശ്യമാണ്. കാരണം നമ്മൾ ഒരുപാട് അപകടം കേട്ടിട്ടുണ്ട്. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഹിറ്റ് ചെയ്തു, ആ വണ്ടിയുടെ ഓണർക്ക് ഓടിക്കുന്ന ആരാണെന്ന് അവിടെ പ്രസക്തി ഇല്ല, വണ്ടിയുടെ RC ഓണറിന്റെ പേരിൽ വലിയ നടപടികളൊക്കെ എടുക്കുകയും ഒരുപാട് ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധയിൽ ഉണ്ടാവണം നമ്മൾ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ, അത് ഏത് വാഹനം ആയിക്കോട്ടെ. അപ്പം എല്ലാവർക്കും നല്ല രീതിയിൽ വാഹനങ്ങൾ ഓടിച്ച് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.